ആടുകളിൽ നിന്നും ജീവിതം നെയ്തെടുക്കുകയാണ് കാളീശ്വരത്തെ തായത്തുവളപ്പിൽ സുമതി. ചെറുതും വലുതുമായി 21ഓളം ആടുകളെ വളർത്തിയാണ് സുമതി കുടുംബം പുലർത്തുന്നത്. ആടുകളിൽ നിന്നും ജീവിതം നെയ്തെടുക്കുകയാണ് കാളീശ്വരത്തെ തായത്തുവളപ്പിൽ സുമതി. ആട് വളർത്തൽ തന്നെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മേഖലയിൽ സുമതി വെന്നിക്കുടി പാറിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായി 21ഓളം ആടുകളെ വളർത്തിയാണ് ഇപ്പോൾ സുമതി കുടുംബം പുലർത്തുന്നത്. മകളുടെ പഠിത്തം, കുടുംബച്ചെലവ് ഏതാണ്ടെല്ലാം തന്നെ ആടുകളെ കൊണ്ടാണ് നിർവഹിക്കുന്നത്. അമ്മയിൽ നിന്നാണ് ആടുകളെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ സുമതിക്ക് പകർന്നു കിട്ടിയത്. പഞ്ചായത്തിൽ നിന്ന് 5 ആടുകളെയും കൂടും ലഭിച്ചു. അത് 46 എണ്ണമായപ്പോൾ മുഴുവനായും തന്നെ വിറ്റു. പിന്നീട് 3 എണ്ണത്തിനെ വാങ്ങി. അതാണ് ഇപ്പോൾ 21 എണ്ണത്തിൽ എത്തി നിൽക്കുന്നത്. ആടുകൾക്കൊക്കെ പേരുകളുമുണ്ട്, പലയിനം ആടുകളുമുണ്ട്. നാട്ടിൽ സാധാരണ കണ്ടുവരാത്ത ഇനങ്ങളെ വരെ സുമതി വളർത്തുന്നുണ്ട്. ആവശ്യക്കാർ സുമതിയുടെ വീട്ടിലെത്തും. ഒരാടിന് എന്ത് വില ലഭിക്കുമെന്ന് സുമതിക്ക് കൃത്യമായി അറിയാം. ആട്ടിൻ കാഷ്ടം വിറ്റും സുമതി വരുമാനം നേടുന്നുണ്ട്. അമ്മക്ക് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ ആടിനെ കിട്ടി. 2 ആടിനെ കിട്ടിയിട്ടാകുമ്പോൾ 10-100 ആട് അതിൻ്റെ മക്കളും അങ്ങനെയെല്ലാം പ്രസവിച്ചിട്ട് പിന്നെ ആട് കൃഷി തന്നെ തുടങ്ങി. എന്നിട്ടാകുമ്പോൾ അതിനെല്ലാം വിറ്റ് പൈസ എല്ലാം കിട്ടുമ്പോൾ നമുക്ക് തോന്നി ഇതൊരു നല്ല വരുമാനമാണ്. പിന്നെ മുതൽ ഞാനും പണിക്ക് പോകും. ഉച്ചവരെ പണിക്ക് പോകും. അതിന് ശേഷം ആടിനെ മേയ്ക്കും. രാവിലെ ലേശം തീറ്റ ഒഴിച്ച് കൊടുക്കും. ഉച്ചക്ക് ആടിനെ മേയ്ക്കും. അതിൻ്റെ ആട്ടുംമുട്ടയെല്ലാം കുറച്ച് വിൽക്കും. അങ്ങനെ ഇത് നമുക്ക് തോന്നി ഇത് നല്ലൊരു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.